മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ. 1975 കാവാലം നാരായണ പണിക്കർ രചിച്ച് ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച അവനവൻ കടമ്പ തനതു നാടകം എന്ന നിലയിലും അവതരണത്തിലെ പുതുമ കൊണ്ടും മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായി. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നാടോടി ദൃശ്യങ്ങളും ഉൾക്കൊണ്ട് ക്രിയാംശത്തെ വികസിപ്പിച്ച് ദൃശ്യാംശത്തിന് പ്രാധാന്യം നൽകി രചിച്ച ഒരു നാടകമാണിത്. നാടോടി നാടകാവതരണ രീതി പിന്തുടരുന്നതിനാൽ ഇതിലെ താളപ്രയോഗങ്ങൾ പലതും പ്രാചീന കലാരൂപങ്ങളിൽ നിന്നാണ് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകത്തിലെ മുഖ്യപ്രമേയം അവനവൻ എന്ന കടമ്പ തന്നെ. ഈ കടമ്പ കടക്കാനുള്ള വൈഷമ്യവും തരണം ചെയ്യുന്ന രീതിയും നാടകത്തിൻ്റെ ഇതിവൃത്തമായി ഇതിൽ വികസിക്കുന്നു. വാലടിക്കാവിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും അവനവൻ കടമ്പ എന്ന ദുർഘടസന്ധിയിൽ കാൽവഴുതി വീഴുന്നു. അവിടെ വീണുപോകാത്തവരായി ആരും തന്നെയില്ല. ഉത്സവത്തിനായുള്ള എല്ലാവരുടെയും യാത്ര മുടങ്ങുന്നു. സ്വന്തം പാപക്കറകൾ കഴുകിക്കളയാനുള്ള അനുഷ്ഠാനങ്ങളിൽ മുഴുകുന്നതോടെ അവർക്ക് കടമ്പ കടക്കാനും ഉത്സവത്തിൽ പങ്കെടുക്കാനും കഴിവുണ്ടാകുന്നു. പാട്ടുപരിഷയെന്നും ആട്ടപ്പണ്ടാരങ്ങളെന്നുമുള്ള രണ്ട് വിഭാഗങ്ങളാണ് അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ. പാട്ടുപരിഷയുടെ നേതാവായി ഒന്നാം പാട്ടുപരിഷയും ആട്ടപ്പണ്ടാരങ്ങളുടെ നേതാവായി ഒന്നാം ആട്ടപ്പണ്ടാരവുമുണ്ട്. ദേശത്തുടയോൻ്റെ മകൻ വടിവേലവന് ഇരട്ടക്കണ്ണൻ പക്കിയുടെ മകൾ ചിത്തിരപ്പെണ്ണിനോട് അനുരാഗമുണ്ട്. ചിത്തിരപ്പെണ്ണിന് വടിവേലവനോടും. അവനവൻ കടമ്പയിൽ നാലാം പാട്ടുപരിഷ കാൽ തട്ടി വീഴുന്നതുപോലെ നാടകാന്ത്യത്തിൽ ദേശത്തുടയോനും വീഴുന്നു. ഗ്രാമ്യജീവിത പശ്ചാത്തലത്തിൽ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നാണ് കടമ്പയുടെ അവതരണം. എന്നാൽ നിത്യജീവിതത്തിലെ കേവല സംഭാഷണങ്ങളല്ല ഇതിലെ കഥാപാത്രങ്ങൾ പറയുന്നത്. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ആട്ടപ്പണ്ടാരങ്ങളും പാട്ടുപരിഷയും സമൂഹത്തിൻ്റെ പ്രതിനിധികളായി പരിവർത്തിക്കുന്നു. പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടുള്ള വേഷങ്ങളും ചമയങ്ങളുമാണ് അവനവൻ കടമ്പയിൽ സ്വീകരിച്ചിട്ടുള്ളത്. മുടിയേറ്റിലും പടയണിയിലും മറ്റും ഉപയോഗിച്ചു പോരുന്നത് പോലെ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന നിറങ്ങളാണ് ഈ നാടകത്തിനും നിർദ്ദേശിച്ചിട്ടുള്ളത്. അവനവൻ കടമ്പയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലേക്ക് വരുന്നതും അരങ്ങിലെ സ്ഥലപരിധിക്കുള്ളിൽ ചരിക്കുന്നതും അരങ്ങിൽ നിന്ന് നിഷ്ക്രമിക്കുന്നതുമെല്ലാം സവിശേഷമായ താളങ്ങളുടെ അകമ്പടിയോടെയാണ്. താളങ്ങളും ചലനങ്ങളും കൊണ്ട് അരങ്ങിനെ സജീവമാക്കുന്ന പ്രത്യേകതകൾ ഈ നാടകത്തിന് കൂടുതൽ മിഴിവ് നൽകുന്നു. അരങ്ങിനെ കേവലം ഒരു സ്ഥലം എന്നതിനപ്പുറം സമ്പൂർണമായ നാട്യവേദിയാക്കി മാറ്റാൻ അവനവൻ കടമ്പയിൽ കാവാലം നാരായണ പണിക്കർ ശ്രമിക്കുന്നുണ്ട്. പുതിയൊരു അവതരണ ശൈലിയും പ്രമേയകൽപ്പനയുമാണ് ഈ നാടകത്തിലൂടെ മലയാള നാടകശാഖയ്ക്ക് അദ്ദേഹം നൽകിയത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.